ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് അൽ ഫിഖുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ അദ്ദറസു റാബിഉ ഫതഹറു ശുദ്ധീകരണം അതിനെ കുറിച്ചിട്ടുള്ള പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ. അപ്പോൾ പാഠത്തിൽ കുറച്ച് അപ്ഡേഷനൊക്കെ വന്നത് കാരണം എന്നോട് വീഡിയോ ഒന്ന് മാറ്റി ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ രണ്ടാമതും മാറ്റി അപ്ഡേഷൻ ഉള്ള ബുക്ക് ഉപയോഗിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇനി ഇതുപോലെ മറ്റു പാഠഭാഗങ്ങൾ ഏതെങ്കിലും മാറ്റങ്ങളും അപ്ഡേഷനുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് ആ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ വീഡിയോക്ക് താഴെ നമ്മളുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ എല്ലാ ലിങ്കുകളും പ്ലേലിസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടണം. അപ്പോൾ എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ ഓരോന്നിനും സെപ്പറേറ്റ് തന്നെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇനി എടുക്കാൻ അറിയാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അവർക്ക് ലിങ്കുകൾ അയച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ 82 89 89 29 85. അപ്പോൾ അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. നമുക്ക് ആവശ്യമായ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമീനെ, നിന്റെ കാലിൽ ചെളിയുണ്ടല്ലോ. കുളിക്കുമ്പോൾ കാൽ തേച്ചുരച്ച് കഴുകിയില്ലായിരുന്നോ? ഉസ്താദ് ചോദിച്ചു. അമീൻ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഉസ്താദേ. അവൻ ബാത്റൂമിൽ പോയി കാല് കഴുകി വന്നു. ഉസ്താദ്, നമ്മൾ എല്ലാ സമയത്തും വൃത്തിയുള്ളവരാവണം. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. കൈകാലുകളും തലയും തേച്ചുരച്ചു കഴുകണം. നഖത്തിനടിയിലുള്ള ചെളി നീക്കണം. കുളിക്ക് ചില ഫർളുകളും സുന്നത്തുകളുമുണ്ട്. കുളിക്കുമ്പോൾ അതെല്ലാം നീ പാലിക്കാറുണ്ടോ? ഉസ്താദ് അമീനിനോട് പറയുകയാണ്. അവൻ്റെ കാലിൽ ചെളി കണ്ടപ്പോൾ ഉസ്താദ്, നീ ശ്രദ്ധിച്ചില്ലേ കുളിക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉസ്താദ് അവനക്ക് കുളിക്കുമ്പോൾ ചില ഫർളുകളും സുന്നത്തുകളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അമീൻ ചോദിച്ചു, ഏതൊക്കെയാണ് കുളിയുടെ ഫർളുകളും സുന്നത്തുകളും? ഉസ്താദ്, കുളിക്ക് 2 ഫർളാണുള്ളത്. പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്യാം. കുളിക്ക് 2 ഫർളാണുള്ളത്. 1 നിയ്യത്ത് ചെയ്യൽ, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ എന്നിവയാണ്. അപ്പോൾ കുളിയുടെ 2 ഫർളുകൾ നന്നായി പഠിക്കുക. എന്തായാലും ഇവിടെ നിന്നൊരു ചോദ്യം വരുന്നതാണ്. ഒന്നെങ്കിൽ കുളിയുടെ ഫർളുകൾ എത്ര? കുളിയുടെ ഫർളുകൾ എത്ര എന്നത് ഓപ്ഷനിൽ 5, 4, 2. അപ്പം നമുക്ക് 2 ടിക്ക് ചെയ്യാൻ കഴിയണം. ആ രീതിയിൽ പഠിക്കാം. ഇനി കുളിയുടെ ഫർളുകളിൽ രണ്ടാമത്തേത് ഏത്? ചോദ്യം വരാം. എന്താണ്? ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ. കുളിയുടെ ഫർളുകളിൽ നിന്ന് 1 എഴുതുക. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 1 എഴുതണം. അതുപോലെ കുളിയുടെ ഫർളുകൾ എത്ര, ഏതെല്ലാം ചോദ്യം വരും. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരും. അപ്പം കുളിയുടെ ഫർളുകൾ 2, 1 നിയ്യത്ത് ചെയ്യൽ, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളമെത്തൽ. അപ്പം ആ രീതിയിൽ പഠിക്കുക. പിന്നീട് ഉസ്താദ് കുളിയുടെ സുന്നത്തുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. കിബിലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, ഉളൂ ചെയ്യുക, ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിന്റെ നിയ്യത്തും സുന്നത്തായ കുളിയാണെങ്കിൽ അതിന്റെ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ചു കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ ഉളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക തുടങ്ങിയവ സുന്നത്തുകളാണ്. ഉളൂഇന് ശേഷമുള്ള ദുആ നമ്മൾ മുമ്പത്തെ പാഠത്ത് പഠിച്ചു.
അതാണ് കുളി കഴിഞ്ഞ ശേഷമുള്ള ദുആ. അപ്പൊ എക്സാമിന് ചോദ്യം വരാറുണ്ട് കുളിയുടെ ശേഷമുള്ള ദുആ എഴുതാൻ. അവസാനത്തെ ചോദ്യമായി 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളത് കുളിയുടെ ശേഷമുള്ള ദുആ എഴുതുക. അപ്പൊ നമ്മൾ പഠിച്ച വുളൂഇന്റെ ശേഷമുള്ള ദുആ തന്നെയാണ് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ കുളിയുടെ സുന്നത്തുകൾ എഴുതാൻ വരും 5 വരിയിൽ കുറയാതെ എഴുതാൻ. അപ്പൊ അതാ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ കുളിയുടെ സുന്നത്തുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഇനി ഇവിടെ കുളിക്കേണ്ട രൂപം, കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട രൂപം. ആദ്യം എവിടെയാണ് ഒഴിക്കേണ്ടത്? ആദ്യം തലയില്, പിന്നീട് വലതു ഭാഗത്തും, ശേഷം ഇടതു ഭാഗത്തും. കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് എവിടെ? ചോദ്യം വരാം. ആദ്യം തലയിലാണ്. ആദ്യം തലയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. പിന്നെ വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളം ഒഴിക്കണം. മനസ്സിലാക്കുക. അപ്പോ കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം. ഫർളായ കുളിയാണെങ്കിൽ ഫർളായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത്. സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്യണം. പിന്നെ തേച്ചുരച്ച് കഴുകണം. സൂക്ഷിച്ചു കഴുകേണ്ട ഭാഗങ്ങൾ ഏതെല്ലാം? ചോദ്യം വരാം. കുളിക്കുമ്പോൾ സൂക്ഷിച്ചു കഴുകേണ്ട ഭാഗങ്ങൾ ഏതെല്ലാം? വീളക്കുഴി, മടമ്പ്, പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവ സൂക്ഷിച്ചു കഴുകണം. മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ തന്നെ വേറെയും ചോദ്യം വരാം. എന്താണ്? ഔറത്ത് മറക്കൽ കുളിയുടെ ഫർളാണ്, ഷർത്താണ്, സുന്നത്താണ്? എന്താണ് നമ്മൾ ടിക്ക് ചെയ്യുക? ഔറത്ത് മറക്കല് കുളിയുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. അപ്പൊ നമുക്ക് സുന്നത്ത് എന്നത് ടിക്ക് ചെയ്യാൻ കഴിയണം. അപ്പൊ നന്നായി മനസ്സിലാക്കുക. ഏതാണ് ഫർള്, ഏതാണ് സുന്നത്ത് എന്നൊക്കെ മനസ്സിലാക്കുക. കുളിയുടെ ഫർളുകൾ അതും നന്നായി മനസ്സിലാക്കുക. കുളിയുടെ ഫർളുകൾ 2, ഷർത്തുകൾ, കുളിയുടെ ഷർത്തുകൾ 5 അത് നമുക്കിവിടെ ഈ പാഠത്ത് പറയുന്നില്ല. എന്നാലും നമ്മള് താഴെ ക്ലാസ്സിൽ പഠിച്ചതാണ്, 3ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. വുളൂഇന്റെ ഷർത്തുകൾ അത് തന്നെയാണ് കുളിയുടെയും ഷർത്തുകൾ. വുളൂഇന്റെ ഷർത്തുകൾ 5 അത് തന്നെയാണ് കുളിയുടെയും ഷർത്തുകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെള്ളം തൊഹൂറായിരിക്കുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക എന്നൊക്കെ. അതാണ് വുളൂഇന്റെ ഷർത്തുകൾ. അത് തന്നെയാണ് കുളിയുടെയും ഷർത്തുകൾ. മനസ്സിലാക്കുക. അമീൻ, കുളിയുടെ നിയ്യത്ത് എങ്ങനെയാണ്? കുളിയുടെ നിയ്യത്ത് എങ്ങനെയാണെന്ന് അമീൻ ഉസ്താദിനോട് ചോദിക്കുകയാണ്. ഉസ്താദ് പറയുന്നു, ജുമയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. ജുമക്ക് കുളിക്കൽ സുന്നത്താണ്. അപ്പൊ അത് സുന്നത്തായ കുളി ആയത് കാരണം ജുമയുടെ സുന്നത്ത് കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുക. ജുമയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു, അതാണ് സുന്നത്തായ കുളിക്കുള്ള നിയ്യത്ത്. അതുപോലെ പെരുന്നാളിന് കുളിക്കൽ സുന്നത്താണ്. അപ്പൊ ഇവിടെ പെരുന്നാളിന്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നിങ്ങനെയാണ് സുന്നത്ത് കുളിക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. സുന്നത്തായ കുളിക്ക് നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്താ? സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്ന് കരുതലാണ് സുന്നത്തായ കുളിയുടെ നിയ്യത്ത്. അപ്പൊ പെരുന്നാളിന്റെ സുന്നത്ത് കുളിക്ക് കരുതേണ്ട നിയ്യത്ത് എന്തെന്ന് ചോദിച്ചാൽ സുന്നത്ത്, പെരുന്നാളിന്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്ന് കരുതലാണ്. അതുപോലെ ജുമയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്ന് കരുതലാണ് ജുമയുടെ സുന്നത്ത് കുളിയുടെ നിയ്യത്ത് ചോദിച്ചാൽ. മനസ്സിലാക്കാം. പിന്നെന്താണ്? നിർബന്ധമായ കുളിയാണെങ്കിൽ ഫർളായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. നിർബന്ധമായ കുളിക്ക് കരുതേണ്ട നിയ്യത്ത് എന്താണ്? ഫർളായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് ഏത് ചോദിച്ചാൽ എന്താണ്? ഫർളായ കുളി നിർവഹിക്കുന്നു എന്നതാണ് നിർബന്ധമായ കുളിയുടെ നിയ്യത്ത്. അപ്പൊ ഫർളായ കുളിയുടെ നിയ്യത്ത് ഏതെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഫർളായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. വഇൻ കുൻതും ജുനുബൻ ഫതഹറു. വഇൻ കുൻതും ജുനുബൻ ഫതഹറു. നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ കുളിച്ചു ശുദ്ധിയാവുക. നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ കുളിച്ചു ശുദ്ധിയാവുക. ഇതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് രീതിയിൽ വരും ചോദ്യം. വഇൻ കുൻതും ഡാഷ് ഫതഹറു ജുനുബൻ. അവിടെ വിട്ട ഭാഗം നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അതിന്റെ അർത്ഥം എഴുതാനും വരാം.
നിങ്ങൾ ജനാപത്തുകാരാണെങ്കിൽ കുളിച്ചു ശുദ്ധിയാവുക. മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. നഖ്റഉ വ നക്തുബു, വായിക്കുക, എഴുതുക. അപ്പോൾ ഇവിടെ വന്ന വേർഡ്സുകളൊക്കെ വായിച്ച് ഇവിടേക്ക് പകർത്തുക. ചെളി, മടമ്പ്, ചുളിഞ്ഞ, തേച്ചുരച്ച്, പീളക്കുഴി, നിർബന്ധം, ഭാഗം. അപ്പൊ അതൊക്കെ അതുപോലെ എഴുതാം. പിന്നെ നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ വന്നത്? കുളിയുടെ ഫർളുകൾ എത്ര? കുളിയുടെ ഫർളുകൾ 2. അടുത്ത ചോദ്യം കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ കുളിയുടെ ഫർളുകൾ 2 എന്ന് എഴുതാം. രണ്ടാമത്തെ ചോദ്യം കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? നിയ്യത്ത് ചെയ്യൽ, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ. അപ്പൊ അത് 2 അവിടേക്ക് 1ഉം 2ഉം നോക്കി എഴുതുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ക്രമം എഴുതുക. ഏതാണ്? കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ക്രമം ആദ്യം തലയിലും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളം ഒഴിക്കുക. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇവിടെ അടയാളപ്പെടുത്തുക, എന്നിട്ട് എഴുതി കൊടുക്കുക. അടുത്ത നാലാമത്തെ നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എന്തായിരുന്നു? ഫർലായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. നിർബന്ധമായ കുളിക്ക് ഫർലായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അടുത്തത് അഞ്ചാമത്തത് ജുമുഅയുടെ കുളിക്ക് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ജുമുഅയുടെ കുളിക്ക് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. അതാണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ അവിടേക്ക് എഴുതേണ്ടത്. അപ്പൊ അത് പെരുന്നാളിന്റെ സുന്നത്ത് കുളിക്ക് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് പെരുന്നാളിന്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. എക്സാമിന് നമുക്ക് ഏതാ ചോദ്യം വരാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അടുത്തത് നക്തുബു സുനനുൽ ഉസ്ല്, കുളിയുടെ സുന്നത്തുകള് താഴോട്ട് എഴുതാനാണ്. അപ്പൊ നമ്മളവിടെ പാടത്ത് പഠിച്ചത് ഓർഡറിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. കിബിലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യുക, അങ്ങനെ എഴുതിയാലും മതി. ബിസ്മി ചൊല്ലുക, ഉളൂ ചെയ്യുക, ശേഷം ഫർലായ കുളിയാണെങ്കിൽ അതിന്റെ നിയ്യത്ത്. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, ഉളൂ ചെയ്യുക, ശേഷം ഫർലായ കുളിക്ക് അതിന്റെ നിയ്യത്തും സുന്നത്തായ കുളിക്ക് അതിന്റെ നിയ്യത്തും ചെയ്യുക. പിന്നെ ആദ്യം തലയിലും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളം ഒഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിള്, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവ സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ ഉളൂഇന്റെ ശേഷമുള്ള ദുആ ചെയ്യുക തുടങ്ങിയവ സുന്നത്താണ്. അപ്പൊ അത് ഓർഡറിൽ എഴുതാം. അപ്പൊ നമുക്കത് ഷോർട്ടാക്കിയിട്ട് എഴുതാം. എന്തൊക്കെ എഴുതാം? കിബിലക്ക് മുന്നിടുക, ഔറത്ത് മറയ്ക്കുക, ബിസ്മി ചൊല്ലുക, ഉളൂ ചെയ്യുക, നിയ്യത്ത് ചെയ്യുക, ശരീരം മുഴുവനും വെള്ളം എത്തിക്കുക, തേച്ചുരച്ച് കഴുകുക, ചുളിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകുക, സംസാരിക്കാതിരിക്കുക, ശേഷം ദുആ ചെയ്യുക. ഇങ്ങനെ ആക്കിയിട്ട് ചുരുക്കിയിട്ടും അത് എഴുതാവുന്നതാണ്. മനസ്സിലാക്കി പഠിച്ചെഴുതുക. അടുത്തത് കുളിക്ക് ശേഷമുള്ള ദുആ എഴുതാനാണ്. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉളൂഇന്റെ ശേഷമുള്ള ദുആ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥമൊക്കെ വന്ന ആ ഭാഗമുണ്ട്. അപ്പൊ അവിടെ നിന്ന് നോക്കിയിട്ട് ഇത്രയും ഭാഗം അവിടേക്ക് എഴുതുക. കുളിയുടെ ശേഷമുള്ള ദുആ. ഇനി ഇവിടെ കുളിയുടെ രൂപം ക്രമപ്രകാരം എഴുതണം. അപ്പൊ അവിടെ ഇത് ക്രമപ്രകാരം എഴുതി വെച്ചാൽ മതി. ഈ ഒരു പാരഗ്രാഫ് ക്രമപ്രകാരം എഴുതി വെക്കുക. അപ്പൊ അത് മനസ്സിലാക്കുക. ഇപ്പൊ പാഠത്തിന്റെ അടിയിൽ ഇങ്ങനെ കാണാം ലിൽ കിതാബത്തി ഇളാഫിയാണ്. അപ്പൊ അതവിടെ നിങ്ങൾക്ക് ഇവിടൊക്കെ എഴുതാൻ സ്ഥലങ്ങള് തികയാഞ്ഞാല് അതിന്റെ നമ്പർ ഇട്ടിട്ട് ഇവിടേക്ക് എഴുതാനാണ്. ബാക്കി ഭാഗങ്ങള് ഇവിടേക്ക് എഴുതിയെടുക്കാനാണ് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് വിട്ട ഭാഗം കുറച്ച് വിട്ടിട്ട് തന്നത്. അപ്പൊ എത്രയാണ് ഈ നാലാമത്തെ പാഠമായ ഫതഹറു എന്ന പാഠഭാഗത്തിൽ മനസ്സിലാക്കി പഠിക്കേണ്ടത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇനി ചെയ്തു തരേണ്ട വേറെ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.